ഹലോ നമസ്കാരം. ഞാൻ ഒരു രണ്ട് വാക്ക് നമ്മുടെ ഹിന്ദു എന്നൊരു നിലയ്ക്ക് ഞാനൊരു വിശ്വകർമാവാണ്. അപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നതിൽ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിശ്വകർമാവിന് എന്താ പറയുക, ദൈവത്തോട് കുറച്ച് ഒരു അടുത്ത ബന്ധം ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാനതൊന്നും ചിന്തിക്കാറില്ല. ഞാനെന്ന് പറഞ്ഞാൽ കർമ്മങ്ങളാണ് കൂടുതൽ ചെയ്യാറ്. ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കർമ്മം. വെറുതെ കർമ്മങ്ങൾ തെറ്റായി ചെയ്തിട്ട് അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് യാതൊരു കാര്യവുമില്ല എന്ന്. പിന്നെ ചന്ദനക്കുറി ഇടുക, കാവി മുണ്ട് ഉടുക്കുക, കാവി വസ്ത്രങ്ങൾ ഇടുക, എന്നിട്ട് ഞാൻ ദൈവത്തിനെ സ്നേഹിക്കേണ്ടത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. കർമ്മങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല വാക്കുകൾ പറയുക, നല്ല പ്രവൃത്തി, ആൾക്കാരെ സ്നേഹിക്കുക, ഇതൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഭാഗവതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്നത്. എനിക്ക് വായിക്കാനേ അറിയുള്ളൂ, എഴുതാൻ അറിയില്ല. അപ്പം ഞാൻ വലിയ വലിയ ആൾക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചില വാക്കുകളാണ് എന്നെ ഇങ്ങനെ ഓരോന്നും പറയാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ രാമക്ഷേത്രത്തിലെ കോടികൾ മുക്കിയതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏതോ ഒരാൾ വന്നിട്ട് അയാളുടെ എന്താ ചൗത്തരിയോ പച്ചരിയൊക്കെയാണെന്ന് പറയുന്നത് കേട്ടു. എനിക്കങ്ങനെ പറയാൻ കിട്ടില്ല. പുള്ളി പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഹിന്ദുക്കളിൻ്റെ അമ്പലത്തിൽ മുതൽ വരുന്നത് ഹിന്ദുക്കൾക്ക് എടുക്കാം, അതിനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ശരി അവകാശം ഉണ്ടെങ്കിൽ പോട്ടെ, അത് ഞാൻ തള്ളിവിടുന്നു. കാരണം എന്നെ പോലെയുള്ളവർക്കൊന്നും അമ്പലത്തിൽ പോയിട്ട് ഒരു 10 പൈസ എടുത്താൽ അതിന് കട്ടുമെന്നുള്ള പേരേ ഉണ്ടാവുള്ളൂ. കോടികൾ മുക്കുന്നവർക്കാണ് നല്ലത്. എന്താന്ന് പറഞ്ഞാൽ അതിന് കക്കുക എന്ന് പറയാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ മുതൽ അവർക്ക് അവകാശപ്പെട്ടതാണ്. അതായത് BJP, RSS, ഞാൻ ഇന്ന് വരെ BJP എന്ന് പറയാൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ടിയാണ് അവർ. കാരണം കള്ളത്തരങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിനി എനിക്ക് ആരെങ്കിലും കമൻ്റ് ഇട്ടാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. മരണം ഒരിക്കലേ സംഭവിക്കുകയുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞ് മരിക്കണം എന്നാണ് എൻ്റെ അച്ഛൻ, മിലിറ്ററിക്കാരനായ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിരിക്കുന്നത്. സത്യസന്ധതയോടുകൂടി ഒരു ദിവസം ജീവിച്ചിട്ട് മരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഹിന്ദുക്കൾ അമ്പലത്തിൽ നിന്ന് കട്ടെടുത്തു എന്ന് പറയുന്നതിനോട് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? കാണാതെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കാണാണ്ട് ടോർച്ചടിച്ചിട്ട് പോയിട്ട് മുതൽ കക്കുന്നതിനെയാണ് കക്കുക എന്ന് പേര് പറയുന്നത്. ഇത് ഇപ്പോൾ RSSും BJPക്കാരും എല്ലാ സംഘികളും കൂടി പോയിട്ട് എടുത്തതാണോ ഈ പൈസ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓക്കെ, എല്ലാവരും കൂടി എടുത്തതാണെന്ന് പറയാം. ഇത് കാണാണ്ട് രാമൻ്റെ മുതൽ കട്ടോണ്ട് പോയി എടുത്തിട്ട്, അയ്യപ്പൻ്റെ മുതലും കട്ടോണ്ട് എടുത്തിട്ട് പോയിട്ട്, ഗുരുവായൂരും കട്ടോണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് അതിന് കക്കുക എന്നല്ലാതെ വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഇംഗ്ലീഷിൽ എന്താണാവോ പേര്, എനിക്കറിയില്ല. അപ്പോൾ ഇത് രാമനും ലക്ഷ്മണനും അവരൊന്നും ആരും പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ ഈ അമ്പലങ്ങളിൽ പൈസ കൊണ്ട് ഇടുന്നതിനോടും സ്വർണം കാണിക്ക വയ്ക്കുന്നതിനോടും ഞാൻ യോജിക്കാത്ത ഒരാളാണ്. ഞാനൊരു പ്രത്യേകമായിട്ട് ദൈവിക ശക്തി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. സൂര്യൻ, ചന്ദ്രൻ, ആകാശം, ഭൂമി, അങ്ങനെ ഉള്ളതിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പ്രതിമകളിനെ ഞാൻ വിശ്വസിക്കാറില്ല. ദൈവത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾക്ക് ഇത്, അതായത് നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ മരിച്ചു പോയാൽ നമ്മളൊരു ഫോട്ടം വെച്ചിട്ട് പറയും, ഇത് നിങ്ങളുടെ മുത്തശ്ശിയാണ്, ഇത് നിങ്ങളുടെ മുത്തച്ഛനാണ് എന്ന് പറയുമല്ലോ. എന്ന പോലെ ഒരു ഫോട്ടം മാത്രമാണ്. ശക്തി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. അതിന് വെളിച്ചെന്ന് പറയാം. ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആരെങ്കിലും എന്നെ സഹായിക്കാൻ ഒരു കൈ തരുന്നവരായിരിക്കാം. അതൊക്കെയാണ് ദൈവികമായിട്ട് വരുന്ന മനുഷ്യർ. അതാണ് മനുഷ്യൻ. അപ്പോൾ ഈ ദൈവത്തിന് കാണിക്ക വയ്ക്കുന്നവരിനെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരടി ചെകിട് നോയിച്ച് കൊടുക്കേണ്ടത്. ആ പണം മുഴുവൻ വല്ല പാവങ്ങൾക്കും കൊടുത്തൂടെ? എത്രയോ ജനങ്ങൾ പട്ടിണി കിടക്കുന്നു, കക്കൂസില്ലാതെ വെളിയിൽ പോകുന്നു, വീടില്ലാതെ മറ്റേ ടാർപ്പായ കെട്ടി വലിച്ച് കിടക്കുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്തൂടെ? ഈ ദൈവത്തിന് കാണിക്ക കൊടുത്തിട്ട് ഈ കണ്ട പാർട്ടിയിലെ നാറികൾ കട്ടുകൊണ്ട് പോയിട്ട് തിന്നുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. രാമൻ പറഞ്ഞിട്ടും ഉണ്ടാവില്ല, കൃഷ്ണനും പറഞ്ഞിട്ടുണ്ടാവില്ല ഇതൊന്ന് ഹിന്ദുക്കളുടെ മുതൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന പൈസനെ.
ഇപ്പം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ ഇഷ്ടംപോലെ ബി നിലവറയിൽ സ്വത്തുണ്ട് എന്ന് പറയുന്നു. അത് പൊളിച്ചെടുക്കണം, എടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുക്കുകയും അതിന് വെറുതെ ആ നിലവറയിൽ ഇട്ടിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഗുരുവായൂർ അമ്പലത്തിൽ എത്രയോ കോടി വരുമാനമുണ്ട്. അതിൽ നിന്ന് ഒരു വരുമാനം എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുക്കുകയും, അതാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് ഒരുപാട് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ, ശബരിമലയിൽ ഈ മകരമാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് കോടികൾ പണം വരുന്നുണ്ട്. ഈ പണമൊക്കെ എവിടെ പോകുന്നു? എല്ലാവരും മന്ത്രിമാരും അവരും ഇവരും ആ സമയത്ത് ആര് ഭരിക്കുന്നോ അവരതിൽ കൈയിട്ടിട്ട് ചക്കരക്കുടത്തിൽ കൈയിട്ടിട്ട് നക്കുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങളൊക്കെ ഇട്ട് നക്കി തന്ന് നിങ്ങളുടെ പേരമക്കളും തലമുറകൾ ജീവിക്കാൻ സ്വത്തുണ്ടാക്കി എടുത്തു വയ്ക്കുകയാണ്. ഭഗവാന്റെ മുതലാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം പാവപ്പെട്ടവൻ്റെ പൈസയാണ്. മനസ്സിലാവുണ്ടോ? നമ്മളിപ്പോൾ ഒരു ശബരിമലയ്ക്ക് പോകുന്നു, ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ചിലവർ കാൽനടയിൽ പോകുന്നു. കിട്ടുന്നത് 1 രൂപയാണെങ്കിൽ അവരവിടെ കാണിക്കിടുന്നത് അവനവൻ്റെ ആത്മാവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അത് മോഷ്ടിക്കുന്ന നിങ്ങൾ വെറും ഈ മനുഷ്യൻ്റെ അപ്പി തിന്നുന്ന നായ്ക്കൾ പോലെയാണ് നിങ്ങളൊക്കെ അമ്പലത്തുനിന്ന് മുതലെടുത്ത് കട്ടുകൊണ്ട് പോണവർ. അതിന് ഏത് പാർട്ടിക്കാരായാലും ശരി. ഇന്നത്തെ കാലത്ത് അമ്പലത്തിൽ ദൈവങ്ങളേ ഇല്ല. അവരൊക്കെ പേടിച്ച് വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നുണ്ടാവും സ്വസ്ഥതയോട് കൂടിയിട്ട്. കാരണം അത് ഭരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അമ്പലം വെറും കള്ളന്മാരാണ്. അങ്ങനെയെങ്കിൽ ഈ സമൂഹത്തിൽ ചെറുതായിട്ട് ആൾക്കാർ കക്കുന്നവരിനെയൊക്കെ ഒന്നും ചെയ്യാതെ വിടണം. അവർ വയറിന് വേണ്ടിയായിരിക്കും കക്കുന്നത്. വയനാടിലെ ആദിവാസിയിലെ മധു എന്ന് പറയുന്നവനെ എല്ലാവരും കൂടിയിട്ട് കൊന്നില്ലേ നിങ്ങൾ? അവിടെ നിന്ന് ഒരു പിടി അരി കട്ടെടുത്തോ, ഒരു പാക്കറ്റ് മുളക് എടുത്തോ എന്നും പറഞ്ഞ്. ഇതിൻ്റെയൊക്കെ പാവങ്ങൾ ഒരിക്കലും തീരാൻ പോണില്ല, എന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. അപ്പോൾ കഞ്ഞിക്ക് വേണ്ടി കട്ടെടുക്കുന്നവരിനെ കള്ളന്മാർ എന്ന് വിളിക്കരുത്. അതിന് അർഹത വലിയ ആൾക്കാർക്കില്ല. കോടികൾ മുക്കുന്നവർക്കൊന്നും അത് പറയാനുള്ള അർഹതയേ ഇല്ല. വെറുതെ കാവ്യ വസ്ത്രങ്ങളെടുത്ത് കുറേ കുറിയും ചന്ദനക്കുറിയും ഇട്ട് കപടമായിട്ട് നടക്കുന്ന നിങ്ങൾ, എന്നിട്ട് മറ്റുള്ള ഹിന്ദുക്കളിനെ താഴ്ന്ന ജാതികളിനെ നിങ്ങൾ അവഗണിക്കുന്നത് ഒരു ശരിയായ ദൈവവിശ്വാസി ചെയ്യുന്ന ഒരു പണിയാണോ? ദൈവം പറഞ്ഞിട്ടുണ്ടോ വലിയ ജാതികൾ ഇന്നതാണ്, താഴ്ന്ന ജാതിക്കാർ ഇന്നതാണെന്ന്? എല്ലാവരുടെ ശരീരത്തിൽ ഓടുന്നത് ഒന്നേ ഉള്ളൂ, ബ്ലഡ്, ചുവപ്പ് കളറ്. ഒരു വെള്ളപ്പൊക്കം വന്നു നമ്മളുടെ അവിടെ, വയനാട്ടിൽ വന്നു, നമ്മളുടെ ഒരുപാട് ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം വന്നു. ഏത് ജാതി നോക്കിയിട്ടാണോ നിങ്ങളൊക്കെ രക്ഷിച്ചത്? ഹിന്ദു മുസ്ലിം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ? അപ്പോൾ ജാതിക്കൊന്നുമില്ലേ? ഇല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ബ്ലഡ് വേണമെന്ന് പറഞ്ഞു, വേറൊരാൾക്ക് വേറെ ഒരാൾ ബ്ലഡ് കൊടുക്കുന്നത് ജാതി നോക്കിയിട്ടാണോ? അപ്പോൾ ഈ സമൂഹത്തിൽ സത്യം പറയാൻ ഞാൻ ഒരു കാര്യം, ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അധംപതിച്ചു പോയി. എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക, എങ്ങനെയാണ് അധ്വാനിക്കാതെ ജീവിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രം കൊള്ളയടിക്കുന്ന കൊള്ളക്കാർക്ക്. മനസ്സിലായോ? അമ്പലത്തിൽ ദയവ് ചെയ്ത് പൈസയുള്ളവർ അമ്പലത്തിൽ കൊണ്ടിടാതെ നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ടവരിനെ തിരഞ്ഞു പിടിച്ച്, അതായത് പഞ്ചായത്ത് മുഖേന തിരയണം. ഒരു പഞ്ചായത്തിൽ എത്ര വീടുകളുണ്ട്, ആ വീട്ടുകളിൽ ആരൊക്കെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണത്തിന് അവരെന്ത് ചെയ്യുന്നുണ്ട് എന്നെല്ലാം ഓരോ പഞ്ചായത്ത് മുഖേന തിരഞ്ഞു പിടിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ രാമൻ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. രാമനുണ്ടെങ്കിൽ അവിടെ അയോധ്യയിലുണ്ടെങ്കിൽ ഞാൻ കാണാൻ വരണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഉണ്ടെങ്കിൽ ഈ കൊള്ളയടിച്ചവരിനെ ആ കൊള്ളയടിച്ച പൈസ കൊണ്ട് ഒരു പിടി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ആക്കണം. അതാണ് വേണ്ടത്. പാവപ്പെട്ടവരിൻ്റെ ഒരുപാട് പൈസകളുണ്ടാവും അതിൽ. അപ്പോൾ ദൈവത്തിനോട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ സമൂഹത്തിനോട് പറഞ്ഞിട്ടും നിയമത്തിനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നിയമങ്ങളെല്ലാം ഇപ്പോൾ ഉറങ്ങിപ്പോയി, വെറും ഫോട്ടോകളിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ത്രാസും പിടിച്ചിട്ട് നിൽക്കണുണ്ടല്ലോ സത്യത്തിന് വേണ്ടിയിട്ട്. പണമാണ് ഇപ്പോൾ ഏറ്റവും വലുത്. അത് കാരണം ഞാൻ ദൈവത്തോടാണ് പറയുന്നത്. നിയമം നടത്തുക ആഭ്യന്തരത്തിനോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഓക്കെ, ബൈ. കമൻ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും എഴുതി അറിയിക്കണം, ഷെയർ ചെയ്യണം, ഓക്കെ, ലൈക്ക് അടിക്കണം. ഓക്കെ, ബൈ.